तिरंगा प्यारा झंडा ऊंचा रहे हमारा, सदा शक्ति बरसाने वाला, प्रेम सुधा सरसाने वाला, वीरों को हर्षाने वाला, मातृभूमि का तन मन सारा, झंडा ऊंचा रहे हमारा, झंडा ऊंचा रहे हमारा। विजयी विश्व तिरंगा प्यारा झंडा ऊंचा रहे हमारा, सदा शक्ति बरसाने वाला, प्रेम सुधा सरसाने वाला, वीरों को हर्षाने वाला, मातृभूमि का तन मन सारा, झंडा ऊंचा रहे हमारा, झंडा ऊंचा रहे हमारा। ദാറുന്നജാത്ത് ഓർഫനേജ് UP സ്കൂളിൻ്റെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് ആരംഭം കുറിക്കുന്നു. ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സ്കൂൾ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് മാസ്റ്ററെ ക്ഷണിക്കുന്നു. ഈ സ്വാതന്ത്ര്യദിന പരിപാടിയുടെ അധ്യക്ഷൻ സ്കൂൾ മാനേജർ ബഹുമാന്യരായ NK അബ്ദുറഹ്മാൻ സാഹിബ്, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ MP രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, ഇന്ത്യ ഇന്ന് അതിൻ്റെ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ. മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള മറ്റു നിരവധി സമര സേനാനികളുടെ നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ വിദേശ അധിനിവേശ ശക്തികളുടെ കരങ്ങളിൽ നിന്നും 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. അങ്ങനെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സ്വതന്ത്ര രാജ്യമായി ഇന്ത്യ മാറുകയുണ്ടായി. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി എന്ന ആശയത്തിൽ ജനാധിപത്യ സംവിധാനം നിലവിൽ വരികയും ചെയ്തു. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച പല രാജ്യങ്ങൾക്കും അതിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ സാധിക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ രാജ്യമായി, ജനാധിപത്യ മതേതരത്വ രാജ്യമായി തുടർന്നു വരുന്നു. ഒന്നുമില്ലാത്ത ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സ്ഥാനമേൽക്കുന്നു. എന്നാൽ നിസ്വാർത്ഥരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരുന്നു. സാമ്പത്തിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും സാങ്കേതിക രംഗത്തും എല്ലാം വളരെ പിന്നോക്കം നിന്നിരുന്ന ഇന്ത്യ അനുദിനം പുരോഗതി കൈവരിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജനാധിപത്യ മതേതരത്വ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ നേതാക്കൾ സ്വപ്നം കണ്ട ഇന്ത്യ തന്നെയാണോ ഇന്നത്തെ ഇന്ത്യ എന്ന് നമ്മൾ ഒരു വേള ആലോചിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ കരങ്ങളിലാണ് ഭാവി ഇന്ത്യയുടെ ഭാവി. അത് നിങ്ങൾ തിരിച്ചറിയുകയും ഇന്ത്യയുടെ നിരന്തര പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ വേണ്ട വിധത്തിൽ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ ഞെട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ പരിപാടി പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ മാനേജർ അബ്ദുറഹ്മാൻ സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്
നമ്മുടെ പ്രിയങ്കരനായ MP രാഹുൽ ഗാന്ധി അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിന് വേണ്ടി വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പരിപാടികൾ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ പ്രത്യേകമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും രക്ഷിതാക്കളെയും മറ്റെല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെൻറ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉമർ സാഹിബ് അധ്യക്ഷ ഭാഷണം നടത്തുന്നു. ബഹുമാനായ നമ്മുടെ പാർലമെൻറ്റ് മെമ്പർ കൂടിയായ ശ്രീ രാഹുൽ ഗാന്ധി അവറുകളെ, നമ്മുടെ MLA ശ്രീ AP അനുകുമാർ അവറുകളെ, പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകന്മാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ കോവിഡ് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിലും നജാത്ത് UP സ്കൂളിലെ കുട്ടികളുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ഓൺലൈനിൽ കൂടി പങ്കുകൊള്ളുവാൻ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അവർ സമയം കണ്ടെത്തി എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിക്കുവാനും ദാറുൻ നജാത്ത് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിനോട് നന്ദിയും കടപ്പാടും അറിയിക്കുവാനും കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, രാജ്യം 75ാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്. ഈ ഭാരതത്തിനോടൊപ്പം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള മറ്റു പല രാജ്യങ്ങളും പാരതന്ത്ര്യത്തിലേക്ക് പോയപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലക്ക് സ്വാഭിമാനം ലോകത്തിന് മുമ്പിൽ നമ്മൾ നെറുകയിൽ നിൽക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം നിലനിൽക്കണം, രാജ്യത്തെ തുല്യനീതി നിലനിൽക്കണം, ഒരു രീതിയിലുള്ള വിഭജനവുമില്ലാത്ത എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സമത്വവും അവസര സമത്വവുമെല്ലാം ഉണ്ടാകുക എന്നുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായ ഘടകങ്ങളാണ്. നമ്മുടെ പൂർവികന്മാരായ നേതാക്കന്മാർ പ്രയാസപ്പെട്ട് രക്തം ചിന്തി നേടിയെടുത്തിട്ടുള്ള ഈ മഹത്തായ രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ്. പക്ഷേ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനാഘോഷം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പരസ്പരം പോറ് വിളിക്കുന്നതും കലഹിക്കുന്നതും അതുപോലെ തന്നെ രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാനും ചില ആളുകൾ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. പക്ഷേ നാം അതിലൊന്നും തന്നെ പ്രകോപിതരാകാതെ, ഈ രാജ്യം നമ്മുടെ രാജ്യമാണ്, ഈ രാജ്യത്തെ എല്ലാവരും സ്നേഹിക്കുന്നു, ഈ രാജ്യത്തോട് കൂറും ദേശസ്നേഹമുള്ളവരാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന 130 കോടി ജനങ്ങളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തോടുള്ള ഐക്യവും അതോടൊപ്പം തന്നെ അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുവാനും രാജ്യത്തെ എല്ലാ പൗരന്മാരോടും എല്ലാ രാജ്യത്തെ മനുഷ്യരോടും സകല ചരാചരങ്ങളോടും നമുക്ക് സ്നേഹിക്കുവാനും അതോടൊപ്പം തന്നെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തായ ആശയം ഉയർത്തിപ്പിടിക്കുവാനും നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ആഹ്ലാദകരമായ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. Yes, he has come, the most awaited guest, guardian of secular democratic India, a young, energetic hero who brings hopeful new dawns to the Indian minority whose hopes are fading. Why not Lok Sabha MP? Hello. Hello, how are you? Happy Independence Day to everybody. All are happy, sir. Sorry to interrupt you. Please carry on. Okay, thank you. The most awaited guest, guardian of secular democratic India, a young, energetic hero who brings hopeful new dawns to the Indian minority whose hopes are fading. Why not Lok Sabha MP? Respected and beloved personality, Sri Rahul Gandhi.
First of all, I would like to express our deep gratitude to our MLA, Sri A.P. Anil Kumar sir, for working hard to give us this extraordinary and beautiful occasion. Of course, this is the proudest and the happiest moment in the history of DNO UPS Karuvarakundu. At the time when Indian secularism and culture are being questioned, dear Rahulji, you are running across the country and fighting against the communal fascist forces as the guardian of secular India. After flag hoisting and cultural programs, we were waiting for our chief guest and he has arrived. No time to waste. Let us invite him to inaugurate our Independence Day celebration. A warm welcome, sir. Thank you. How are you? How is everybody today? All are fine, sir. All We are are, fine, we, sir. were, we are very enthusiastic as you are the chief guest. You had said that you wanted me to send a message, a video message, but I thought it would be nicer for me just to have a 5-10 minute conversation with the young students. Yeah. As it is the UP school, government aided UP school, here we have small children, so they can't catch your words, sir. Sorry. So should I start? Yes, of course. So I would first like to welcome the MLA of Vandoor Assembly Constituency, Anil Kumar ji, Hamid Faizi ji, Advocate M. Umar ji, School Manager Abdur Rahman Sahib ji, Headmaster Mohammad Master ji, famous writer Naushad Puncha ji, and all the children of the institution. On this special occasion, I wish each one of you a happy 75th Independence Day. So I heard in your conversation that hope is diminishing. Hope can never diminish. So my first advice to you is hope is infinite. Hope has no limits. Of course, the country is going through a little difficult time, and all countries go through difficult time. Families go through difficult time. Individuals go through difficult time. But you must not get demoralized just because we are going through a difficult time. And you must not have your hope limited because you are all the future of this country, every single one of you. And sometimes when we are little and we are small, we don't understand our own power, our own importance. We feel that we are very small and we are powerful. We are not powerful. And there are many things happening which are out of our control. So I want to give you a little bit of advice about independence and what it means. Today, you see many people have different ideas of India. I want India to be a democratic country. I want India to be a secular country. I want India to be a country that treats its women nicely. I want India to be a country that stands tall in front of other countries. These are all very important things. But India is also inside each one of us. India is not just outside us. That, oh, I want my country to be like this. That is outside. And there is another India which is inside us. And this India is about how we behave. Not about how other people behave, but about how we behave. And so if we want to build a strong India and we want to protect what we love about our country, a much better place to start is inside ourselves. So what does it mean
to start inside ourselves. It means that we start to look at our behavior. If we want India to be fair to women, we have to treat our sisters fairly. It is no use saying I want India to be fair to women and then I don't treat my sister or my mother fairly. We want India to be democratic, so we should have conversations among our friends. When we are going to take a decision, when we are going to take an important decision, we should talk to our friends and ask them, what do you think? So instead of saying that we believe in a democratic India, we should act democratically. And if enough of us act democratically, if enough of us protect our sisters, mothers, friends, if enough of us love people from all religions, then automatically India will start to behave like that. Do you understand what I'm saying? Do you understand? You understand what I'm saying? You can continue, sir. Thank you. So you have to protect India, not just outside yourself. You have to protect India inside yourself. So if you see somebody beating somebody else because he does not agree with his idea, you have to defend that person. If you see your friend being rude to a girl, you have to tell him that this is not correct. So you have to defend the idea of India inside you and around you. That is my main message to you. I wish all of you happy Independence Day. And I want you to know that I believe in all of you and I'm confident that you will be tremendously successful in your lives and you will do very, very great things. I have one last thing which I want to do before I hand the stage back to my friends. I brought my mother here also just to say hello to you. So I thought that she should say hello to you also on Independence Day. Hello, children. Happy Independence Day to all of you. Thank you, ma'am. Thank you very much. We love you all very much. And what Rahul has just said, you know, about India, about wanting a great India, how it has to start from within, from yourself, from your behavior towards others. And then everything will follow from that. So lots of love. And once again, happy Independence Day. Bye. And we are all there to support you and help you in your journey. Okay, thanks. Always. Thanks a lot, sir. Yeah. Thanks a lot, sir. Would one of the kids like to comment? Sorry, sir. Would one of the children like to say something? As I told you, it is an aided, government-aided Malayalam medium school. So, okay. We will translate it for them. And okay. It's in it's very valuable. Thanks a lot, sir, for spending your long time. Thank you very much and all the best to everybody. Okay, thank you, sir. Once again, expressing our enthusiasm in your presence. Once again, expressing our enthusiasm in your presence, expecting more and more from you and your mother and your family. Very, very excited and happy, sir. And now we have to continue our other programs. Thank you very much. Thank you. Okay, thank you. നന്ദി, ഒരുപാട് നന്ദി രാഹുൽജി. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന്, വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകി സംവദിച്ചതിന് നന്ദി. ഇത്രയും ഉയർന്ന പദവിയിലിരിക്കുന്ന അങ്ങയെ ഞങ്ങൾക്ക് കിട്ടുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി സോണിയാജിയെ കൂടി ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. മതേതര ഇന്ത്യയുടെ വാഗ്ദാനമായ താങ്കൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് ഒരിക്കൽ കൂടി നന്ദി. ഇന്ത്യൻ പാർലമെൻറ്റിലെ ധീരശബ്ദം തിരുവനന്തപുരം MP ശ്രീമാൻ
ശശി തരൂർ നമ്മെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പളായ ശ്രീ അബ്ദുറഹ്മാൻ സാഹിബ്, പ്രസിദ്ധപ്പെട്ട എഴുത്തുകാരനുമായ ശ്രീ നൗഷാദ്, അവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷാധികാരെ, ഫാക്കൽറ്റി മെമ്പേഴ്സ്, വിദ്യാർത്ഥികളെ, ഭാരവാഹികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അയക്കുന്നു. നമ്മുടെ 75ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ അടുത്ത് വരാൻ പോകുന്ന വർഷം നമ്മുടെ 75ാമത്തെ വാർഷിക വരെ ആഘോഷങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കും. ഈ സമയത്ത് നമ്മുടെ സ്വതന്ത്ര സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ഓരോരോ ആശകളും ഓരോരോ ബുദ്ധിമുട്ടുകളും നമ്മൾ പരിഹരിച്ചിട്ട് ഈ നാടിനെ നന്നാക്കാനുള്ള ശ്രമത്തിൽ ദാറുൻ നജത്ത് ഇസ്ലാമിക് സെൻറ്റർ, കരുവാരക്കുണ്ട് മലപ്പുറത്തിൻ്റെ ഇത്ര പ്രസിദ്ധപ്പെട്ട സെൻറ്ററായ ദാറുൻ നജത്ത് നല്ലപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പല വിധത്തിലും നമ്മുടെ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യം നന്നാക്കാൻ വേണ്ടിയുള്ള ഓരോരോ പ്രവർത്തനം ചെയ്തതിന് എനിക്ക് അഭിവാദ്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് 45ാമത്തെ വർഷമാണിത് ഒരു ബോയ്സ് ഓർഫനേജ് ദാറുൻ നജത്ത് സ്ഥാപിച്ച ശേഷം. ഈ ഓർഫനേജ് സ്കൂള് നല്ല റെപ്യൂട്ടേഷൻ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ മലപ്പുറത്ത് മാത്രമല്ല കേരളം മൊത്തം. നിങ്ങൾക്കറിയാം, നജത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഇറങ്ങി ഈ 45 വർഷത്തിൽ പല സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ വിധത്തിലും വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ട് നമ്മളുടെ സ്വതന്ത്ര ഭാരതത്തിൽ നല്ല പൗരന്മാരെ പഠിപ്പിച്ച് കൊണ്ടുവരാനാണ് ദാറുൻ നജത്തിൻ്റെ ശ്രമമുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പല സ്ഥാപനങ്ങളും നടത്തുന്ന, പല വിദ്യാഭ്യാസ മേഖലയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ദാറുൻ നജത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. സ്വതന്ത്ര ദിനത്തിൽ നമ്മൾ എല്ലാവരും നല്ലപോലെ ഭാരതത്തെ നന്നാക്കാൻ വേണ്ടി പ്രവർത്തിക്കട്ടെ. ലെറ്റ് us keep the dream alive. നന്ദി, നമസ്കാരം, ജയ്. നമസ്കാരം. കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് ഓർഫനേജ് യു പി സ്കൂളിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ആദരണീയനായ MP ശ്രീ രാഹുൽജി, പ്രിയങ്കരനായ HM, അതുപോലെ മാനേജർ, അതുപോലെ തന്നെ ശ്രീ നൌഷാദ്, മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ, കുട്ടികൾ, രക്ഷിതാക്കൾ, സഹപ്രവർത്തകരെ, ഏറെ സന്തോഷമുണ്ട്. ദാറുൻ നജാത്ത് രാജ്യത്തിന്റെ 75ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി തന്നെ സംഘടിപ്പിക്കുന്നു എന്നറിയുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീര ദേശാഭിമാനികളെ കുറിച്ച് പുതുതലമുറ അറിയണം. തീർച്ചയായും ഇത്തരം ആഘോഷങ്ങൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചുമൊക്കെ അറിയാനുള്ള അവസരമാക്കി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഈ ചടങ്ങിന് ഇന്ന് ഏറെ സന്തോഷമുള്ളത്, ഏറെ പ്രിയങ്കരനായ നമ്മുടെ രാജ്യം ഏറെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന നമ്മുടെ MP ശ്രീ രാഹുൽജിയെ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിന് ലഭിച്ചു എന്നുള്ളതാണ്. അത് എക്കാലത്തും നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. പ്രശസ്ത കവി, നജാത്ത് UP സ്കൂൾ അധ്യാപകൻ ശ്രീമാൻ നൌഷാദ് സാർ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസയർപ്പിക്കുന്നു. നമസ്കാരം. സമാദരണീയരായ വയനാട് പാർലമെൻറ്റ് മെമ്പർ, ഇന്ത്യയുടെ പ്രതീക്ഷയുടെ പ്രതീകം രാഹുൽ ഗാന്ധി, വണ്ടൂർ നിയോജക മണ്ഡലം MLAയും നാടിൻ്റെ വികസന നായകനുമായ നജാത്ത് ബന്ധു കൂടിയായ ബഹുമാനപ്പെട്ട അനിൽകുമാർ MLA സർ, ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെൻറ്റർ എന്ന വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ മാനേജർ NK അബ്ദുറഹ്മാൻ സാഹിബ്, സ്കൂൾ HM മുഹമ്മദ് സർ, മറ്റു അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ആഗസ്റ്റ് 15. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ദിനം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഈ ദിനത്തിൽ
നാം എടുക്കേണ്ട പ്രതിജ്ഞ എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായ ഒരു ചർച്ചയും വിഷയാവതരണവും ഇവിടെ നടന്നു കഴിഞ്ഞു. സാർ ഏതായാലും ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല, അതിൻ്റെ വേദിയുമല്ല ഇത്. കേവലം കച്ചവടക്കാരായി കടന്നു വന്ന് 200ഓളം വർഷം, 2 നൂറ്റാണ്ടുകളോളം ഇന്ത്യൻ ജനതയെ, ഇന്ത്യൻ സംസ്കാരത്തെ, ഇന്ത്യൻ്റെ സമ്പത്തിനെ, ഇന്ത്യ എന്ന സംസ്കാരത്തെയും സമ്പത്തിനെയും നന്മയെയും ചൂഴ്ന്നെടുക്കുകയും ഇന്ത്യൻ സമൂഹത്തെ, ഇന്ത്യൻ ജനതയെ ഏകോദര സഹോദരങ്ങളായി ഈ നാട്ടിൽ ജീവിച്ച ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസൽമാനെയും സിഖുകാരനെയും ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കുക മാത്രമല്ല, നമ്മളെയൊക്കെ ഇന്ത്യൻ ജനതയെ ഒന്നടങ്കം അടിമകളാക്കി വയ്ക്കുകയും ചെയ്ത ഒരു ക്രൂര ഭരണത്തിനെതിരെ സന്ധിയില്ല സമരം ചെയ്ത് നേടിയെടുത്തിയ മഹത്തായ വിപ്ലവമായിരുന്നു 1947 ഓഗസ്റ്റ് 15. നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാർ പാടുപെട്ട് നേടിയതാണ് ഈ സ്വാതന്ത്ര്യം. നമുക്കറിയാം, രക്തം നൽകി, ജീവൻ നൽകി എല്ലാം ഉപേക്ഷിച്ച് ഈ പവിത്രമായ ഉദ്ദേശ ലക്ഷ്യത്തോട് പ്രവർത്തിക്കുകയും ഒടുവിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്ന സത്യത്തെ ഉദ്ഘോഷിച്ച ദിവസം കൂടിയാണ് ഓഗസ്റ്റ് 15. നാം ഇന്ന് ഓർത്തെടുക്കേണ്ട, നാം ഇന്ന് മനസ്സിൽ പ്രതിജ്ഞ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ മഹാന്മാരായ മനീഷികൾ നമുക്ക് മുമ്പിൽ തേർത്തെളിയിച്ച ഒരു പവിത്രമായ പാതയുണ്ട്, നന്മയുടെ പാത, ആർഷ ഭാരത സംസ്കാരമെന്ന പവിത്രമായൊരു പാത. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എല്ലാവരും ഏകോദര സഹോദരങ്ങളായി ജീവിക്കുന്ന സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന അല്ലാമ ഇക്ബാൽ പാടിയ പവിത്രമായ മന്ത്രങ്ങൾ ഉൾക്കൊള്ളും ഒരു സമൂഹമായി വളരണമെന്ന ആ ഒരു ചിന്തയാണ് നമുക്കിന്ന് ഏറ്റവും നമ്മെ സ്വാധീനിക്കേണ്ടത്. കാരണം സത്യാനന്തര ലോകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു 100 കള്ളങ്ങൾ 1000 തവണ പറഞ്ഞാൽ അത് സത്യമാകുമെന്ന ഗീബൽസ്യൻ സിദ്ധാന്തത്തെ അന്വർത്ഥമാക്കുന്ന ഈ കാലഘട്ടത്തിൽ, സത്യാനന്തര കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ആർഷഭാരത സംസ്കാരത്തെ മുറുകെ പിടിക്കുകയും അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള സംവിധാനം ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. അതിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും ഇന്ത്യയിൽ ഒരു മതം മാത്രമല്ല എല്ലാ മതങ്ങളുടെയും വൈവിധ്യത്തിൽ ഏകത്വം എന്ന പവിത്രമായ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി നമ്മളെല്ലാവരും വളർന്നു വരണം, അങ്ങനെ സമൂഹം വാർത്തെടുക്കപ്പെടണം എന്ന ചിന്തയാവട്ടെ ഈ ദിനം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് എന്നോടും എൻ്റെ പ്രിയപ്പെട്ട മക്കളോടും രക്ഷിതാക്കളോടും ഒക്കെയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും ആശംസയും ഉത്തരോത്തരം ഉത്കർഷവും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. പ്രൗഢമായ ഈ പരിപാടിയിൽ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാവിരുന്ന് ആരംഭിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഉമ്മർ സാഹിബ് സ്വാഗതം പറഞ്ഞ സ്കൂൾ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് സാർ, ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല ഒരു അതിഥിയെ തന്നെ ഉദ്ഘാടകനായി രാഹുൽ ഗാന്ധിയെ എന്ന വിശിഷ്ട വ്യക്തിയെ തന്നെ ലഭിക്കുകയുണ്ടായി. കൂടാതെ ഇന്ത്യയിൽ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന സോണിയാജി എന്നിവരെയും ലഭിച്ചു. അതിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. സ്വാതന്ത്ര്യദിനം ആഹ്ലാദത്തിൻ്റെ ദിനം മാത്രമല്ല, സ്വാതന്ത്ര്യം നേടിത്തന്നവരെ സ്മരിക്കലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും കൂടിയാണ്. നൂറ്റാണ്ടുകൾ നീണ്ട വൈദേശിക അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനായി നിസ്വാർത്ഥമായി പോരാടുകയും രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തവരാണ് നമ്മുടെ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ. ശത്രു രാജ്യത്തിൽ നിന്നും നമ്മെയും രാജ്യത്തെയും കാത്തു രക്ഷിക്കുന്ന നമ്മുടെ അഭിമാനിതരായ പട്ടാളക്കാരെയും ഈ ദിനം നാം ഓർക്കേണ്ടതുണ്ട്. ഈ പരിപാടിയിൽ ആശംസ അറിയിച്ച നമ്മുടെ MLA AP അനിൽകുമാർ സാറിനും അതുപോലെ ശശി തരൂർ MP സാർ, കൂടാതെ പരിപാടിയിൽ സാന്നിധ്യം അറിയിച്ച സ്കൂൾ മാനേജർ അബ്ദുറഹ്മാൻ സാഹിബ്, അലവി ഉസ്താദ്, ഈ പരിപാടി വിവിധ പരിപാടികൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ എല്ലാവർക്കും
ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരത്തെ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഈ ദേശ് ഹമാരാ, जान से प्यारा, प्यार हमारा. आजादी आजादी आजादी. നൂറ് നൂറ് ചിന്തകൾ, നൂറ് നൂറ് ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന് സ്നേഹചിത്രസാഗരം. നൂറ് നൂറ് ചിന്തകൾ, നൂറ് നൂറ് ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന് സ്നേഹചിത്രസാഗരം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സി ബുദ്ധ ജൈനനും തോളു ചേർന്ന് അഭിരമിച്ച നാടിതല്ലു ഭാരതം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സി ബുദ്ധ ജൈനനും തോളു ചേർന്ന് അഭിരമിച്ച നാടിതൊന്ന് ഭാരതം. ഈ ദേശ് ഹമാരാ, ജാൻ സെ പ്യാരാ, प्यार हमारा. आजादी आजादी आजादी. പിച്ച വെച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ, മനം മടുത്ത് കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. പിച്ച വെച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ, മനം മടുത്ത് കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വ രക്തമാം, പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്നു മാത്രമാം. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വ രക്തമാം, പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്നു മാത്രമാം. ഈ ദേശ് ഹമാരാ, ജാൻ സെ പ്യാരാ, प्यार हमारा. आजादी आजादी आजादी. വിഷം വിതച്ചു കലുഷമാക്കും ദുഷ്ടരെ തുരത്തണം, കൂട്ടുചേർന്നു പാരിലാകെ പൂമണം പരത്തണം. വിഷം വിതച്ചു കലുഷമാക്കും ദുഷ്ടരെ തുരത്തണം, കൂട്ടുചേർന്നു പാരിലാകെ പൂമണം പരത്തണം. കരം പിടിച്ചു ചേർന്നു നിന്ന് നാടിനെ നയിക്കണം, മൂകത വെടിഞ്ഞു നമ്മളൊന്ന് ചേർന്നു പാടണം. കരം പിടിച്ചു ചേർന്നു നിന്ന് നാടിനെ നയിക്കണം, മൂകത വെടിഞ്ഞു നമ്മളൊന്ന് ചേർന്നു പാടണം. ഈ ദേശ് ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ. ആസാദി ആസാദി ആസാദി. മാന്യ സദസ്സിനെ വന്ദനം. ചാരം മൂടിക്കിടക്കുന്ന ചരിത്രത്തിൻ്റെ ചിതൽപുറ്റുകൾക്കിടയിൽ നിന്നും 7 ആണ്ടുകൾക്ക് മുന്നേയുള്ള ആഗസ്റ്റ് 15 ദിനരാത്രിയെ സ്മരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മന്ദ നുകരാൻ ഒരുമിച്ച് കൂടിയ എൻ്റെ ഗുരുജനങ്ങളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കയ്യും കണക്കുമില്ലാത്ത ആക്രമ പരമ്പരയ്ക്ക് വിരാമമിട്ട് ദില്ലിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക വാനിലേക്ക് ഉയർത്തി ഇന്ത്യൻ ജനത പരിപൂർണ്ണ സ്വാതന്ത്ര്യനാണെന്ന് മലർക്കെ പ്രഖ്യാപിച്ചിട്ട് 74 ആണ്ടുകൾ തികയുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തരാൻ രാവ് പകലാക്കി രക്തവും ജീവനും നാടിനു വേണ്ടി സമർപ്പിച്ച് അഹോരാത്രം പ്രയത്നിച്ച മഹാമനീഷികളെ നമുക്ക് സ്മരിക്കാതെ വയ്യ. അതെ, പറങ്കിപ്പടയുടെയും വെള്ളക്കാരുടെയും ചീറിയെടുക്കുന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ സ്വന്തം നെഞ്ചു വിരിച്ചുവരെ ഇതിഹാസം രചിച്ച കരംചന്ദ് ഗാന്ധിയും മൗലാന അബ്ദുൽ കലാം ആസാദും ഝാൻസി റാണിയും ഭഗത് സിംഗും ചോര നീരാക്കി നേടിത്തന്നതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം നേടിയിട്ട് 7 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇനിയും ഒരു 2ാം സ്വാതന്ത്ര്യ സമര പരമ്പര പുതുതലമുറ ഉരുമ്പിട്ടിറങ്ങേണ്ടുന്ന കലുഷിത സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന പട്ടമണിഞ്ഞ ഇന്ത്യയിൽ ഇന്ത്യൻ ജനത പോലും പൗരത്വം തെളിയിക്കാൻ നെട്ടോട്ടമോടുന്ന രംഗത്തിന് നാം സാക്ഷിയാകേണ്ടിയിരിക്കുമ്പോൾ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കേവലം ഗോമാംസത്തിന്റെ പേരിൽ ഭക്ഷ്യസ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ട അഖിലാഖ് എന്ന സഹോദരന്റെ ഇന്ത്യയിൽ എവിടെയാണ് സ്വാതന്ത്ര്യം? ആരാണ് സ്വതന്ത്രർ? ഇന്ത്യൻ ഭരണഘടന നിഷ്കർഷിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ പോലും ഹനിക്കപ്പെട്ടു പോകുന്നുവോ എന്ന് നാം ചിന്തിച്ചു പോവുകയാണ്.
ഭീകരതയെ രാജ്യത്തു നിന്നും തുടച്ചു മാറ്റി ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി മത സാംസ്കാരിക ഭേദങ്ങളും ഭാഷാ ഭൂപ്രകൃതി വ്യത്യാസങ്ങളും പാടെ വകഞ്ഞു മാറ്റി ഒത്തൊരുമയോടെ ഒരൊറ്റ ഇന്ത്യക്കായി നമുക്ക് പോരാടാം. മഹാത്മാജിയും ജവഹർലാൽ നെഹ്റുവും സ്വപ്നം കണ്ട ഇന്ത്യക്കായി. നാനത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ വിജയമന്ത്രത്തിന് മങ്ങലേൽക്കാതിരിക്കാൻ നമുക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ്. ഒരൊറ്റ ഇന്ത്യ ഒരു ജനത ഉയിർത്തുടി മുഴക്കുമീണം പഴമൊഴിയിൽ പുലരൊളിയായി നാം നെയ്ത സ്വപ്നം ജനപദങ്ങളിൽ അലയിളകി. ഒരൊറ്റ ഇന്ത്യ ഒരു ജനത ഉയിർത്തുടി മുഴക്കുമീണം പഴമൊഴിയിൽ പുലരൊളിയായി നാം നെയ്ത സ്വപ്നം ജനപദങ്ങളിൽ അലയിളകി. ഒരൊറ്റ ഇന്ത്യ ഒരു ജനത. കാകളി പാടിയ ശാരിക തുയിലുണർത്തിയ മലയാളം സസസരിരിക ഗഗമമ കാതില ഞാറ്റില മഞ്ഞല കുളിരിനഴകു പകർന്ന ശിശിരം സസസരിരിക ഗഗമമ കാകളിയാടിയ ശാരിക കുയിലുണർത്തിയ മലയാളം കാതില ഞാറ്റില മഞ്ഞല കുളിരിനഴകു പകർന്ന ശിശിരം പൂവിൻ പവനുതിരും ആ പൂജാ ബലിതീരം ആ കാറ്റിൻ കതിരുതിരും ഗംഗാ തടഭൂമി സുജനം ഹരിതം സുരഭശുഭം തരുനിരമലരണിയും. ഒരൊറ്റ ഇന്ത്യ ഒരു ജനത ഉയിർത്തുടി മുഴക്കുമീണം പഴമൊഴിയിൽ പുലരൊളിയായി നാം നെയ്ത സ്വപ്നം ജനപദങ്ങളിൽ അലയിളകി. ഒരൊറ്റ ഇന്ത്യ ഒരു ജനത. കാവടിയാടിയ ചിന്തുകൾ ചിലമ്പൊലിയുടെ കരകാട്ടം സസസരിരി ഗഗമമ രാഗവിലോലം ഭജലുകൾ അലകൾ നുകർന്ന മധുര വസന്തം സസസരിരി ഗഗമമ കാവടിയാടിയ ചിന്തുകൾ ചിലമ്പൊലിയുടെ കരകാട്ടം രാഗവിലോലം ഭജലുകൾ അലകൾ നുകർന്ന മധുര വസന്തം കാറ്റിൻ കളിയരങ്ങിൽ ആ കാറ്റിൻ കമലദളം ആ നേരിൻ നടവഴിയിൽ നാടിൻ പദചലനം സുഹൃതം ശുഭലം സുജനപദം സുഭഗത മലരണിയും. ഒരൊറ്റ ഇന്ത്യ ഒരു ജനത ഉയിർത്തുടി മുഴക്കുമീണം പഴമൊഴിയിൽ പുലരൊളിയായി നാം നെയ്ത സ്വപ്നം ജനപദങ്ങളിൽ അലയിളകി. ഒരൊറ്റ ഇന്ത്യ ഒരു ജനത ഉയിർത്തുടി മുഴക്കുമീണം പഴമൊഴിയിൽ പുലരൊളിയായി നാം നെയ്ത സ്വപ്നം ജനപദങ്ങളിൽ അലയിളകി. ഒരൊറ്റ ഇന്ത്യ ഒരു ജനത. ഞാൻ പിറന്ന മണ്ണ് ഇത് ഗാന്ധി പിറന്ന മണ്ണ് നമ്മുടെ സ്വന്തം നാട് ഇത് ഭാരത നാട് ഇത് ഭാരത നാട്. ഞാൻ പിറന്ന മണ്ണ് ഇത് ഗാന്ധി പിറന്ന മണ്ണ് നമ്മുടെ സ്വന്തം നാട് ഇത് ഭാരത നാട് ഇത് ഭാരത നാട്. ആയിരം ആയിരം ദേശസ്നേഹികൾ രക്തം ചിന്തിയ ദേശം ആയിരം ആയിരം ദേശസ്നേഹികൾ രക്തം ചിന്തിയ ദേശം കാശ്മീർ ആസാം പഞ്ചാബ് എല്ലാം ഒരൊറ്റ ഭാരത രക്തം ഒരൊറ്റ ഭാരത രക്തം
കാശ്മീരാസാം പഞ്ചാബെല്ലാം ഒരൊറ്റ ഭാരത രക്തം, ഒരൊറ്റ ഭാരത രക്തം. ഞാൻ പിറന്ന മണ്ണ് ഇത് ഗാന്ധി പിറന്ന മണ്ണ്, നമ്മുടെ സ്വന്തം നാട് ഇത് ഭാരത നാട്, ഇത് ഭാരത നാട്. ഒറ്റക്കെട്ടായി പൊരുതാമെങ്കിൽ സാമ്രാജ്യത്വം വിഘടനവാദം, ഒറ്റക്കെട്ടായി പൊരുതാമെങ്കിൽ സാമ്രാജ്യത്വം വിഘടനവാദം. എല്ലാം തോൽക്കും നമ്മുടെ മണ്ണിൽ, സ്വതന്ത്ര ഭാരത മണ്ണിൽ, നമ്മുടെ സ്വതന്ത്ര ഭാരത മണ്ണിൽ. എല്ലാം തോൽക്കും നമ്മുടെ മണ്ണിൽ, സ്വതന്ത്ര ഭാരത മണ്ണിൽ, നമ്മുടെ സ്വതന്ത്ര ഭാരത മണ്ണിൽ. ഞാൻ പിറന്ന മണ്ണ് ഇത് ഗാന്ധി പിറന്ന മണ്ണ്, നമ്മുടെ സ്വന്തം നാട് ഇത് ഭാരത നാട്, ഇത് ഭാരത നാട്. ഞാൻ പിറന്ന മണ്ണ് ഇത് ഗാന്ധി പിറന്ന മണ്ണ്, നമ്മുടെ സ്വന്തം നാട് ഇത് ഭാരത നാട്, ഇത് ഭാരത നാട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വിശിഷ്ടാതിഥികളെ, രക്ഷിതാക്കളെ, പ്രിയമുള്ള കൂട്ടുകാരെ, പുതിയൊരു സ്വാതന്ത്ര്യദിന പുലരി കൂടി വന്നെത്തിയിരിക്കുന്നു. രാജ്യമെങ്ങും ത്രിവർണ്ണ പതാക വാനോളം ഉയർത്തുമ്പോൾ ദേശത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോരുത്തരും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തുന്നു. കോളനി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനായി നിസ്വാർത്ഥമായി പോരാടുകയും നമ്മുടെ രാജ്യത്തിനായി ജീവൻ ബലി അർപ്പിക്കുകയും ചെയ്ത നമ്മുടെ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചും ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നാം വർത്തമാന കാലത്തിലേക്ക് കൂടി കണ്ണോടിക്കാൻ ശ്രമിക്കണം. സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് വേണ്ടി പോരാടിയ നമ്മുടെ പൂർവികർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്കായിട്ടുണ്ടോ? തീർത്തും കലുഷിതമായ ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കോവിഡ് എന്ന മഹാമാരി ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അനുദിനം വർദ്ധിക്കുന്നു. മതങ്ങളുടെ പേരിൽ സംഘർഷങ്ങൾ നിത്യസംഭവങ്ങളായിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമെന്ന് അഭിമാനം കൊണ്ട ഇന്ത്യ ഇന്ന് നാനാത്വത്തിലും ഏകത്വത്തിലും ഏകത്വമെന്ന് നാം അഭിമാനം കൊണ്ട ഇന്ത്യ ഇന്ന് അഭയം തേടി അഭയാർത്ഥികളായി പോകാൻ ഒരു ജനതയെ തെരഞ്ഞെടുത്ത ഈ കാലത്ത് ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് ഉള്ളത് എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവ് ഗാന്ധിജി സ്വപ്നം കണ്ട ജീവനാതിഥികളായ കർഷകർ മാസങ്ങളായി തെരുവിലാണ്. പെൺകുട്ടികളെ സംരക്ഷിക്കാൻ പാടുപെടുന്ന രക്ഷിതാക്കൾ. അതെ, നാം നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മനോഹരമായ നാളിലേക്ക് ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. നമുക്ക് വിദ്യാഭ്യാസമുള്ള ഒരു തലമുറക്ക് ഈ രാജ്യത്തിന്റെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും നിറം പകരാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഓരോരുത്തർക്കും പറയാം. ജയ് ഹിന്ദ്.